ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിന് പുറത്ത് അതിശക്തമായ പ്രതിഷേധം. മുഹമ്മദ് യൂനസിനെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കണം, പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനിലേക്ക് കടത്തണം എന്നാണ്. ഇപ്പം യൂനസിനെതിരെയുള്ള പ്രതിഷേധം ഇപ്പോഴും അതിശക്തമായിട്ട് മുമ്പോട്ട് പോവുകയല്ലേ? തീർച്ചയായിട്ടും അത് യൂനസിനെതിരെ മാത്രമല്ല. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ കാര്യം, ഈ UN ജനറൽ അസംബ്ലി നടക്കുകയാണല്ലോ, പൊതുസഭ നടക്കുകയാണ്. അപ്പോൾ എല്ലാ ലോകരാഷ്ട്രങ്ങളും അവിടെ വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് അവിടെ പങ്കെടുക്കാനെത്തിയ മുഹമ്മദ് യൂനസിനെതിരെ അതിൻ്റെ പുറത്ത്, ആ വേദിക്ക് പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധം ഈ ഷെയ്ഖ് ഹസീനയുടെ അനുയായികളാണ് പ്രതിഷേധം നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കൻ ഹിന്ദുക്കളുടെ, അമേരിക്കയിലെ ഈ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയിരിക്കുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ശക്തമായ പിന്തുണ അതിനുണ്ട്. അവിടെ വെറുതെ ഒരു പ്രതിഷേധം നടക്കുകയല്ല ചെയ്തത്, വളരെ പ്രസക്തമായ, അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും ഒരു വെല്ലുവിളിയാണ്. ഞാനത് എങ്ങനെയാണെന്ന് പറയാം. ഇതിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൊന്നും അത്രയും വിശദമായിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടിയ മറ്റു ചില വിവരങ്ങൾ കൂടെ ചേർത്ത് വെച്ച് നമ്മൾ ഈ വിഷയം പഠിച്ചപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഈ ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് പുറത്താക്കി അവരവസാനം ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ഇന്ത്യയിലേക്കാണ് അവർ വന്നത്. അവർ എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് ഗവൺമെന്റിന് മാത്രമേ അറിയുള്ളൂ. അവരുടെ കുടുംബം എപ്പോഴും ബംഗ്ലാദേശിൽ തുടരുന്നുണ്ട്. അവർക്ക് വലിയ ഭീഷണിയുണ്ട്. അവിടെയാണ് ഒരു പാവ ഗവൺമെന്റിനെ നയിക്കാനായിട്ട് ഈ മുഹമ്മദ് യൂനസ് കയറി വരുന്നത്. അത് സത്യത്തിൽ അവിടുത്തെ സൈന്യം അവിടെ പ്രക്ഷോഭമുണ്ടായി, വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി, സംവരണ വിരുദ്ധ പ്രക്ഷോഭമാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ് അതിൻ്റെ പുറകിൽ, തീവ്രവാദ ഫണ്ടിങ് ഉണ്ട്. എല്ലാറ്റിനും ഉപരിയായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടൽ അതിനകത്തുണ്ടായി. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വരുന്നത്. അങ്ങനെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് പോയതോടുകൂടി അനാഥമായ ബംഗ്ലാദേശ് സർക്കാരിനെ നയിക്കാൻ ഒരു പാവയെ കൊണ്ടുവച്ചു. അത് മുഹമ്മദ് യൂനസാണ്. മുഹമ്മദ് യൂനസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, യോഗ്യത എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു എന്താ പറയുക, പലിശയ്ക്ക് കൊടുപ്പുകാരനാണ്. ഈ എക്കണോമിക്സിൽ അദ്ദേഹത്തിന് ഒരു വലിയ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഈ അമേരിക്ക തന്നെ ചെയ്യുന്ന, ഡീപ് സ്റ്റേറ്റ് തന്നെ ചെയ്യുന്ന അവരുടെ കുതന്ത്രങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഒരാളിനെ അവിടെ ഉണ്ടാക്കി വെക്കുക, പിന്നീട് അവിടെ അന്തഛിദ്രമുണ്ടാക്കി, സംഘർഷമുണ്ടാക്കി, അവിടുത്തെ പ്രധാനമന്ത്രിയും ഭരണകൂടവും ഒക്കെ താറുമാറായി. അപ്പോൾ പിന്നെ ഈ ആളിനെ അവിടെ പിടിച്ചു വെക്കുക. ഞങ്ങൾ പറയുന്നത് പോലെ ഭരിച്ചോളുമല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ അവിടെ ഇരുന്ന് ഭരിച്ചോളും. ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ചാൽ മതി. ഇതാണ് ഡീപ് സ്റ്റേറ്റിന്റെ തന്ത്രം. ഈ യൂനസിനെ കാണാനാണ് ഡീപ് സ്റ്റേറ്റിലെ ഒരു പ്രമുഖ അംഗമായ ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് നേരിട്ട് ഡാക്കയിലെത്തിയത്. അവിടെ ഈ യൂനസ് വന്നതിന് ശേഷം നമുക്കറിയാം, ന്യൂനപക്ഷ വേട്ടയാണ് അവിടെ നടക്കുന്നത്. ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, സിഖുകാര്, ബൗദ്ധര്, ജൈനര്, പാഴ്സികളൊക്കെ നിരന്തരം വേട്ടയാടപ്പെടുകയാണ്. അവരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു, കൊള്ളയടിക്കുന്നു. ഇതൊക്കെയാണ് ബംഗ്ലാദേശിൽ നടന്നത്. ഇത് വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ അവിടുത്തെ സൈന്യത്തിനും സാധിച്ചില്ല. ഇതിനെ നേരിടാനോ ഇതിനെ അടിച്ചമർത്താനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ഒടുവിൽ സൈന്യം വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു. വരുന്ന ഡിസംബറിനുള്ളിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണം, പുതിയ ഗവൺമെന്റ് വരണം, ഇല്ലെങ്കിൽ യൂനസിനെ മാറ്റും, ഞങ്ങൾ തന്നെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് സൈനിക മേധാവി അടക്കം രംഗത്ത് വന്നത് വാർത്തയായിരുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ ഇയാൾ വന്നപ്പോൾ ഇയാൾ വിചാരിച്ചത് അമേരിക്കയിൽ വന്ന് ഈ UN പൊതുസഭയെ അങ്ങ് അവിടെ വന്ന് 4 വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. പക്ഷേ അത് ഈ ഷെയ്ഖ് ഹസീനയുടെ അനുയായികൾ അവിടെ വലിയ പ്രതിഷേധവുമായിട്ട് വന്നു. ഇയാൾ പാകിസ്ഥാനിയാണ്, താൻ പാകിസ്ഥാനിലേക്ക് മടങ്ങിക്കോ, തനിക്ക് ബംഗ്ലാദേശിൽ യാതൊരു കാര്യവുമില്ല, ബംഗ്ലാദേശിനെ നശിപ്പിക്കാനാണ് യൂനസിന്റെ ശ്രമം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധ ബാനറുകളുമായിട്ടാണ് അവർ രംഗത്ത് വന്നത്. അന്ന് മാത്രമല്ല, അവർക്ക് വെറുതെ അങ്ങനെ കുറച്ച് ബംഗ്ലാദേശികൾ രംഗത്ത് വരുമോ? അങ്ങനെ രംഗത്ത് വന്നവർ അവിടെ പറയുന്ന കാര്യം എന്താ? ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബൗദ്ധരും ജൈനരും സിഖുകാരും പാഴ്സികളും ഒക്കെ അവിടെ കൊല ചെയ്യപ്പെടുന്നു. ഇതിന് അറുതി ഉണ്ടാക്കാൻ പറ്റാത്ത യൂനസ് എന്ത് ഭരണമാണ് അവിടെ നടത്തുന്നതെന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ US ചേക്കേറിയിരിക്കുന്ന
ഇന്ത്യയിലെ ഹിന്ദുക്കളും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ഒക്കെയുണ്ട്. അതുപോലെ സിഖുകാരുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഈ പ്രതിഷേധത്തിൻ്റെ ഒരു പങ്ക് അവർക്കും ഒക്കെ ഉണ്ട്. അവരും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ യൂനസ് ആകെ നാണം കിട്ടും. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ യൂനസിന്റെ വില അങ്ങ് ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും ഇതേ അവസ്ഥ തന്നെ. അതെ, ഷഹബാസ് ഷെറീഫിന് നേരെ ഉണ്ടായത് ഇത് തന്നെയാണ്. ഷഹബാസ് ഷെറീഫിനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, പഹൽഗാമിലേക്ക് ഭീകരരെ കയറ്റിവിട്ട ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷഹബാസ് ഷെറീഫ് ഒരു അക്ഷരം മിണ്ടാതെ തലയും കുനിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. ഇന്ത്യയുടെ പേറ്റൽ ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, അവർ ആ ചെറുപ്പക്കാരിയായ ആ ഉദ്യോഗസ്ഥ നല്ല ഒന്നാന്തരം മറുപടിയാണ് പാകിസ്ഥാന് കൊടുത്തത്. ഈ പാകിസ്ഥാന്റെ ഭീകരതയോടുള്ള ഇരട്ടത്താപ്പ്, ഈ ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രം അസംബന്ധ നാടകം എന്നാണ് അവർ പറഞ്ഞത്. ഷഹബാസ് ഷെറീഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അസംബന്ധ നാടകം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ സമാനമായ ഒരു അവസ്ഥയാണ് മുഹമ്മദ് യൂനസിന് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി നയതന്ത്ര തലത്തിൽ നടന്നിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ വെറുതെ ഉണ്ടാവില്ല. അതായത് ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയുടെ അനുയായികളെ മുന്നിൽ നിർത്തി വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബൗദ്ധരും ജൈനരും സിഖുകാരും പാഴ്സികളും ഒക്കെ ഉണ്ട്. അമേരിക്കയിലേക്ക് കുടിയേറിയിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആ സമുദായത്തിനോടുള്ള സമാജത്തിനോടുള്ള സ്നേഹം അവർക്കുണ്ടാകില്ലേ? അവർ എത്ര നാളെന്ന് പറഞ്ഞത് കയ്യും കെട്ടി നോക്കിയിരിക്കും? അവരുടെ സഹോദരങ്ങളല്ലേ കൊല്ലപ്പെടുന്നത് ബംഗ്ലാദേശിൽ? ഒരു സന്യാസിയെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്, ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് ആർക്കും അറിയില്ല, ചോദിച്ചാൽ ഉത്തരവില്ല, കോടതിയിൽ ഇതൊന്നും വാദിക്കാൻ പറ്റുന്നില്ല, വക്കീലന്മാർ കേസ് ഏറ്റെടുക്കുന്നില്ല. ഇങ്ങനത്തെ വളരെ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് നടപടികളാണ് ഈ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു വലിയ സംഭവമാണ്. കാരണം UN ജനറൽ അസംബ്ലിക്ക് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നാൽ തീർച്ചയായിട്ടും UN ഇക്കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ സാധിക്കില്ല. UN പുറത്ത് സമ്മർദ്ദമേറും. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അവരെല്ലാവരും നടപടി ആവശ്യപ്പെടും. ഏറ്റവും കൂടുതൽ ചർച്ച ഒരു പക്ഷേ യൂനസിന്റെ സ്ഥാനം പോലും തെറിക്കാൻ സാധ്യത. ബംഗ്ലാദേശും പാകിസ്ഥാനും ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇക്കുറി നടന്നിരിക്കുന്ന ഒരു സംഭവം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം പോലും ഒരു വലിയ ചർച്ചയായിട്ട് അവിടെ മാറിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനേക്കാളുമൊക്കെ ഉപരി ഇപ്പോൾ ഈ ഇതിനകത്തൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ വരുന്ന പ്രതിനിധികളാണ് ഈ കാര്യമൊക്കെ സംസാരിക്കുന്നത്. ഇത് ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ഈ പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും അമേരിക്കയിലെ ജനങ്ങൾ, ഒരു ചെറിയ വിഭാഗം ജനങ്ങളെങ്കിലും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു, ബാനറുകൾ ഉയർത്തുന്നു, ഈ യൂനസിനെയും അതുപോലെ തന്നെ ഷഹബാസ് ഷെറീഫിനെയൊക്കെ നാണം കെടുത്തുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. അത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഇത്തരം കുതന്ത്രങ്ങളൊന്നും ഇനി ഒരുപാട് നാൾ ഓടില്ല. അത് അമേരിക്കൻ ജനത വകവെച്ചു കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്ഫുരണങ്ങളാണ് അവിടെ മിന്നി തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ ഇനി എന്ത് സംഭവിക്കും? പാകിസ്ഥാൻ ആടപടലം തകർന്നു കഴിഞ്ഞു. ഈ അമേരിക്ക ഇങ്ങനെ എല്ലിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് തിന്ന് വിശപ്പടക്കി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഈ ഭാവിയിൽ നദികളിലെ ജലം സമ്പൂർണമായിട്ടും അങ്ങോട്ട് ഒഴുകുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതൊരു മരുഭൂമിയാകും, ശ്മശാനമായി മാറും. ഈ ബംഗ്ലാദേശിനും സമാനമായ ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം ഈ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തി ഈ പറയുന്നത് പോലെ മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നു വരുന്നത്. അതൊരു കാരണവശാലും വിജയിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ലോകമെങ്ങും ഇതിനെതിരെ ശബ്ദമുയരുന്നുണ്ട്. അത് കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ്.